ഇത് കണ്ടോ, ഒരു വെറൈറ്റി ഐറ്റംസ് $12. ഇത് കൊക്കോക്കോളയുടെ കുപ്പിയൊന്നുമല്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുടുക്കയാണ്. കുടുക്ക നോക്കി എന്ത് വലിപ്പമാണെന്നുള്ളതിൻ്റെ എന്തോരം പൈസ അതിനകത്ത് നിന്ന് അറിയുന്നുള്ളത്. ഇത് കുടുക്കയാണ്, പല പല ടൈപ്പിൽ പല പല കളറിൽ നമ്മുടെ കൊക്കോക്കോളയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു കുടുക്ക. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് പുനിയിൽ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ടോയ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് വാൾമാർട്ടിൽ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം വെറൈറ്റീസ് ഉള്ള ടോയ്സ്. അപ്പോൾ ഇവിടെ ടോയ്സിനൊക്കെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ചീപ്പായിട്ടുള്ള റേറ്റ് ഈ വാൾമാർട്ടിലാണ്. വേറെ എവിടത്തേക്കാളും നമുക്ക് ഇച്ചിരി ചീപ്പായിട്ടുള്ള റേറ്റ് കിട്ടുന്നത് വാൾമാർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ വാൾമാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ, നോക്കിയേ എന്ത് 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 കളക്ഷൻ. വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളിനി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഒരാൾ ചാടിപ്പോയി, അവർക്ക് വേണ്ട 2 പേരും എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട സാധനം എടുത്ത് അവർ കൈ പിടിച്ചിരിക്കുകയാണ്. അവർക്ക് അത് മതി. അത് നമ്മുടെ വാട്ടർ ഗണ്ണാണ്, ബബിൾസ് ഗണ്ണാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മറ്റേ വാട്ടർ, നമ്മൾ വെള്ളം നിറച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ഗണ്ണാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നമുക്ക് ടിഗറൊക്കെ ഇങ്ങനെ വലിച്ച് താഴെ ഇങ്ങനെ സിനിമയ്ക്കത്തൊക്കെ കാണുമ്പോൾ വലിച്ച് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ മുക്കുക, വെള്ളം വലിച്ച് കയറ്റിയാണ് ടക്ക് അടിക്കുക. അതാണ് അതിൻ്റെ പരിപാടി. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ്. ഇത് കണ്ടോ, ഞാൻ താഴെ കണ്ടോ സിനിമ സ്റ്റൈൽ സെറ്റപ്പൊക്കെ. ഇതുകൊണ്ട് ഇത് തുറന്നിട്ട് കണ്ട് ഇതുവഴിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് ചെയ്യുക, ആ ടക്ക് എന്നുള്ള വെള്ളം ചിരിക്കുക. അതാണ് ആ ഒരു ഐറ്റമാണിത്. പക്ഷേ ഇത് എന്താ പറയുക, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കളിപ്പാട്ടത്തിൻ്റെ കൂട്ടുള്ള വില കുറഞ്ഞ പ്ലാസ്റ്റിക്കുകളോ കാര്യങ്ങളോ ഒന്നും. എന്തായാലും ഞങ്ങൾ ആ ബബിൾസിൻ്റെ 2 നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അവർ നമ്മൾ നിലത്ത് നിർത്തുന്നില്ല, എന്നാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് 2 എടുത്തു. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയിട്ടുള്ള പല പല ടൈപ്പിലുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ താഴെ ആ വിലയും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ട്. ഓരോ കളിപ്പാട്ടത്തിൻ്റെയും ആ വിലയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. $14, $7, $10, $12, $13, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റേറ്റുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഹെലികോപ്റ്ററാണ്. അടിപൊളി ഹെലികോപ്റ്ററും കാര്യങ്ങളുമൊക്കെയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് $19. എന്തോ നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാനത് പരിഹരിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പല പല ഹൗസുകൾ, അത് ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പല പല ടൈപ്പുള്ള ഹൗസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാറൊക്കെ കണ്ടില്ല, അടിപൊളി കാർ എന്ന് വെച്ചാൽ അടിപൊളി. $19 ആണ് അതിൻ്റെ വില. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മളെടുത്ത് താഴെ അടിച്ചാൽ പോലും ഇതൊന്നും പൊട്ടത്തില്ല. അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സൂപ്പർ പ്ലാസ്റ്റിക്കിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പറ്റിയ പ്ലാസ്റ്റിക്കുള്ള ഒന്നും അല്ല ഇത്. ഇതെല്ലാം അടിപൊളി പ്ലാസ്റ്റിക്കാണ്, നല്ല ക്വാളിറ്റിയിലാണ് ഇതെല്ലാം ഇവർ ചെയ്തിരിക്കുന്നത്. അതിവിശാലമായൊരു കളക്ഷനാണ്. നമുക്ക് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്കിവിടെ. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഡൈനോസറൊക്കെ ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഓരോന്നിൻ്റെയൊക്കെ റേറ്റ് കണ്ടില്ല, $10, $19, അങ്ങനെയൊക്കെയുള്ള പല പല റേറ്റിലൊക്കെയാണ്. ഇതുണ്ട് $29. ആ ഡൈനോസർ വിത്ത് ആ കാറൊക്കെ വരുമ്പോൾ ഇതിന് $29 അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതെല്ലാം $14, ആ കാറിന് $52, ഇതിന് $24, അങ്ങനെയുള്ള പല പല റേറ്റിലുള്ള സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ JCB ഒക്കെ ഇരിക്കുന്നത് $39. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് നമുക്കിവിടെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഡോള് ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നമുക്ക് എന്താ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഇരിക്കുന്ന വണ്ടിയാണ് കൊച്ചു കുട്ടികൾക്കുള്ള $79 അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഈ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ദയവായി നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പിന്തുണ നമുക്ക് തരിക. ഓക്കെ, ആ ഇരിക്കുന്ന സൈക്കിൾ കൊള്ളാമല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഈ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ ഫ്രിഡ്ജ്, കിച്ചൺ സെറ്റാണ് കേട്ടോ. ഫ്രിഡ്ജ്, കിച്ചണ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടില്ല, നോക്കി നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ആ ഒരു ഒറിജിനാലിറ്റി, എന്ത് ക്വാളിറ്റിയിലാണ്. $30 അതിനൊരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഡോൾസിൻ്റെ എല്ലാം ഒരു പല പലമായിട്ടുള്ള സെക്ഷനാണ്. കാണാണ്ട് നോക്കി, ഒരു കൊച്ചു കുഞ്ഞ് കാർ സീറ്റിൽ ഇരിക്കുന്ന കൂട്ടുണ്ട്, അത് കണ്ടിട്ടല്ലേ. അങ്ങനെ വെറൈറ്റീസാണ്. അതുകൊണ്ട് ഇവിടെയും എല്ലാം അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ടോയ്സ് കുട്ടികൾക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാൾമാർട്ടിലേക്ക് പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചിൽ
അത് ബാക്കി ഉള്ള ഷോപ്പുകളെല്ലാം അപേക്ഷിച്ച് നല്ല വിലക്കുറവിൽ നമുക്ക് വാൾമാർട്ടിൽ കിട്ടും എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ട് ഇത് കൊള്ളാം, വുഡ് കളറായിട്ടുള്ള അടിപൊളി സാധനം. അതിൻ്റെ കുലുക്കമൊക്കെ കണ്ടോ, അതിൻ്റെ സ്പ്രിങ് ആക്ഷനൊക്കെ കണ്ടോ, അതൊക്കെ നമുക്കറിയാം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് എടുക്കുന്ന കളിപ്പാട്ടങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. അത് എന്താ ഇവിടുത്തെ ക്വാളിറ്റി എന്നുള്ളത്, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നതൊന്നും അല്ലാണ്ട് ഇത് ഇച്ചിരിയും കൂടെ വലുതായിട്ടുള്ള ഒരു കളക്ഷനൊക്കെയാണ്. അവിടെ റോബോട്ടിക് കാറ്, ബൈക്കുകൾ, നമ്മുടെ ഫെറാരി കാറ്, അങ്ങനെയൊക്കെയുള്ള പല പല ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള കാറുകളുടെയൊക്കെ ഒരു കളക്ഷനൊക്കെയാണ്. ഇച്ചിരി കൂടെ വലുതാണ് ഇവിടെ കാണുന്നതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വരുന്നുമുണ്ട്. ഇത് ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ടുള്ള കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത്, കണ്ടില്ലേ. ഇത് ഫുള്ള് ഓരോന്നായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ എന്താ പറയുക, തീരത്തില്ല. അമ്മാതിരി കളക്ഷനാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ എന്തോ വീഡിയോയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതിന് ഞാൻ ഉറപ്പായിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വേണ്ട ഒരു ട്രെയിൻ $130 അതിൻ്റെ റേറ്റ് വരുന്നത്. അത് വലിയ ട്രെയിനാണ്. $130 അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. കുട്ടികൾക്കുള്ള സൺഗ്ലാസ്സുകൾ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വെറൈറ്റീസ് കണ്ടില്ലേ, അത് $6 അതിനകത്ത് വരുന്നത്. അതിനകത്ത് കുറേ എന്തോ സംഭവങ്ങളൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ചുറ്റിനൊക്കെ അതിൻ്റെ രാത്രി കത്തുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു വെറൈറ്റി $6 ഉള്ളൂ എന്തായാലും ഒന്നിന്. അപ്പോൾ ഒരു വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ടോയ്സൊക്കെ ഇരിക്കുന്നത് ഇത് കണ്ടില്ല, ട്രാക്ടറാണോ അതുകൂട്ടൊക്കെ ഒരു മോഡലുള്ള അടിപൊളി ഒരു സാധനമൊക്കെ. ഇതൊക്കെ പിടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടിട്ട് അത് വസൂല, അതൊന്നും പൊട്ടിപ്പോകാനൊന്നും പോകുന്നില്ല. ആ പിള്ളേരിനെ എന്തിട്ട് കാണിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇതിനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നാളുകൾ അവർ കളിച്ചോളും. അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഇതും ഒരു തോക്കാണ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ബുള്ളറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള അടിപൊളി ഒരു തോക്കാണ്. $16 ഉള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത്. അതും നല്ല അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് പോയി ഒന്ന് വെടിവെച്ച് കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ നല്ല വെറൈറ്റീസൊക്കെ ഐറ്റംസാണുള്ളത്. അതുകൊണ്ട് ഇവിടെയും അതുപോലെ തോക്ക്, വാള്, അതിൻ്റെയൊക്കെ വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷനാണ്. $12 $14 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പം മേളിലും ഞാനിത് സ്വിച്ചൊക്കെ ഉണ്ട്. ഇത് കത്തിക്കാൻ എനിക്ക് തോന്നുന്നത് ബാറ്ററി ഇടണമായിരിക്കും. ഞാനൊന്ന് കത്തിക്കാനൊക്കെ കുറേ ട്രൈ നോക്കി, പക്ഷേ ഇത് കത്തുന്നില്ല. മേ ബി ബാറ്ററി ഇടണമായിരിക്കും. അതും നോക്കി, അതും വർക്കാകുന്നില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ കംപ്ലയിൻ്റ് ആയിരിക്കും. ഇപ്പോൾ അടുത്ത് നോക്കി അപ്പോൾ അതും ഒന്നും വർക്കാകുന്നില്ല. അപ്പം ബാറ്ററി ഇടണമായിരിക്കാം. ഇത് അടുത്ത ഗണ്ണ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഗണ്ണിൻ്റെയൊക്കെ ഭയങ്കര കളക്ഷൻ. നമ്മൾ മുമ്പേ കണ്ടത് വാട്ടർ ഗണ്ണാണ്, പക്ഷേ ഇത് അല്ലാത്തത് ഗണ്ണാണ്. എനിക്കൊന്ന് ഈ ബുള്ളറ്റ് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ വെറൈറ്റീസ് ആയിട്ടുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെയാണ്. അതിൽ വലിയ ഗണ്ണൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു $20 $25 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് $10 തൊട്ട് $25 വരെയുള്ള പല പല ടൈപ്പിലുള്ള പല പല വെറൈറ്റികളുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മൾ ശ്വാസനഗറൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള മറ്റല്ലേ, അതിനകത്ത് ബുള്ളറ്റ് നിറച്ചിട്ട് അത് വട്ടത്തിൽ ഓട്ടോമാറ്റിക് കിടന്ന് കറങ്ങുമായിരിക്കും എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും സംഭവം എല്ലാം നല്ല ക്വാളിറ്റിയാണ്, നല്ല സെറ്റപ്പായിട്ടുള്ള ഐറ്റംസാണ്. ഇത് വേറൊരു മോഡൽ, അതും ഇതുപോലെ എനിക്ക് സെൻട്രൽ അതിൻ്റെ പല ബുള്ളറ്റ് ഇടുന്ന ടൈപ്പിലുള്ള പല പല റാക്ക് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. എന്താണ് സംഭവമൊക്കെ കൊള്ളാം. കൊണ്ട് ഇത് നോക്കി, ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് മെഷീൻ കണ്ടില്ല, ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ, എന്താ അതിൻ്റെ വലിപ്പം എന്നുള്ളത് നോക്കി. ഇത് സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നില്ല, കറങ്ങി ഷൂട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള സാധനമൊക്കെ നോക്കി. അതിൻ്റെ വലിപ്പം എന്താ വന്നത് എനിക്ക് ഞാൻ പിടിച്ചിട്ട് അത്രയും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ പിടിച്ച് കാണിച്ചാൽ അത് ഒരു പക്ഷേ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ നമുക്കത് ചെറുതായിട്ടായിരിക്കും തോന്നും. അങ്ങനെ അടിപൊളി സ്പൈഡർമാന് ൻ്റെയൊക്കെ ഇത് മുഖംമൂടിയൊക്കെ. പക്ഷേ അതും നല്ല സാധനമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് അപ്പൂമ്മൻ്റെയൊക്കെ മേടിക്കുന്നുള്ള അളിഞ്ഞ പ്ലാസ്റ്റിക് ഒന്നുമല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇഷ്ടം പോലെ. പിന്നെ ഈ ഒരു സൈഡിൽ എനിക്കൊന്ന് കളിപ്പാട്ടത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു ബാറ്ററിയൊക്കെ വെച്ചേപ്പുണ്ട്. അപ്പോൾ ബാറ്ററിയൊക്കെ വേണ്ടെടുത്തും കാണും. ഇത് കണ്ടോ, നമ്മൾ ഇലക്ട്രിക് ബാറ്ററിയിലോടുന്ന പല പല റേറ്റിലുള്ള കാറുകളൊക്കെയാണ്. പക്ഷേ ഇതിന് $200 $235 ആ ഒരു റേഞ്ചൊക്കെ, $150 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള സൈക്കിള്, ഇഷ്ടം പോലെ സൈക്കിളിൻ്റെ ഒരു കളക്ഷനും ഇവിടെ ഉണ്ട്. കണ്ടില്ല, പല പല ടൈപ്പിലുള്ള ചെറിയ സൈക്കിള്, വലിയ സൈക്കിള്. പക്ഷേ എൻ്റെ ഈ ഇരിക്കുന്ന വലിയ സൈക്കിളുണ്ടോ, ഇതിൻ്റെ റേഞ്ച് നോക്കിയപ്പം ഇത് $98. ഈ $98 എന്ന് പറയുമ്പം അത് ഇച്ചിരി ലാഭമാണ് കേട്ടോ. ഈ $98 ആ ഒരു സൈക്കിളൊക്കെ കിട്ടുന്നത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഓഫർ പ്രൈസ് ആയിരിക്കാം, പക്ഷേ വലിയ കുഴപ്പമില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു സൈക്കിൾ നല്ലൊരു റേറ്റാണ്. $98. അത് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഒരു പ്രൈസ് റേഞ്ച്. ഈ ഇരിക്കുന്നതെല്ലാം കണ്ടോ, ലേഡീസ് ജെൻസ് എല്ലാ ടൈപ്പും കൊണ്ട് $98 വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഓഫർ നടക്കുമായിരിക്കാം.
അല്ലാത്തപ്പോൾ ഞാൻ 150-200 ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് സൈക്കിളിൻ്റെ റേറ്റൊക്കെ. ഇത് കുട്ടികൾക്കുള്ള സൈക്കിളൊക്കെയാണ്. $94 ആ ഒരു റേഞ്ചിലൊക്കെ, 94, 92, 58, അങ്ങനെ പല 54, അങ്ങനെ പല 50 ഇതൊക്കെ 54 ആ ചെറിയ ഇതൊക്കെ. ഈ ഇരിക്കുന്ന സൈക്കിളിൻ്റെ ടയറിൽ ഇരിക്കുന്ന അഴുക്കുണ്ടോ, അതെനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ റിട്ടേൺ ചെയ്തായിരിക്കാം, അതായിരിക്കാം അഴുക്ക്. അങ്ങനെ നമുക്കിങ്ങനെ ഇത്ര ദിവസമൊക്കെ നല്ല റിട്ടേൺ പോളിസി ഉണ്ട് നമ്മുടെ ആമസോൺ. നമ്മുടെ നാട്ടിലൊരു 7 ദിവസമൊന്നുമല്ല, അതുക്കും മേലെ കണ്ടില്ല, അതിലേക്ക് അഴുക്കണ്ടില്ല, അതുക്കും മേലെ നമുക്കിവിടെ റിട്ടേൺ പോളിസി ചെയ്യണം. നമുക്ക് ഉപയോഗിച്ച് കുറച്ചാൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പല ടൈപ്പിൽ പല പ്രൈസ് റേഞ്ചിലുള്ള സൈക്കിൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. തന്നെ ഇത് കണ്ടോ, JCB കാറ്റിൻ്റെയൊക്കെ $19 JCBക്കൊക്കെ നോക്കി, പക്ക സാധനം. നമ്മൾ മുമ്പേ കണ്ടതിനേക്കാളും പക്ക ക്വാളിറ്റി സാധനം. എന്നിട്ട് നോക്കി, ഇതിനൊക്കെ $39. ഇതൊക്കെ എല്ലാം റിമോട്ട് വർക്ക് ചെയ്യുന്ന കാറുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, $39 ആ ഒരു റേഞ്ച്, 39, 35 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ്. ഇതൊന്നും റിമോട്ടല്ല കേട്ടോ. മറ്റേതൊക്കെ എനിക്ക് കണ്ടിട്ട് റിമോട്ടിലൊക്കെ ഓടുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നല്ല, അതെല്ലാം റിമോട്ടിൽ ഓടുന്ന ടൈപ്പ് തന്നെ. ഈ ഇരിക്കുന്ന എല്ലാം റിമോട്ടിൽ ഓടുന്ന സാധനങ്ങൾ കണ്ട, ഇതൊക്കെ കണ്ടില്ലേ, എല്ലാം അടിപൊളി സാധനമാണ്. അതെല്ലാം ഒരു 10, 25, 30 പ്രൈസ് റേഞ്ചിലേക്കാണ് വരുന്നത്. ഹെലികോപ്റ്റർ $20 ഹെലികോപ്റ്റർ, നമുക്ക് പറത്താൻ പറ്റുന്ന ഹെലികോപ്റ്റർ $20 ഉള്ളൂ. ഇതൊരു ഡ്രോണാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ട് മറ്റുള്ള ഷോപ്പുകളൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ അത്യാവശ്യം നല്ല പ്രൈസ് കുറവാണ്. ഇത് കണ്ടോ, $11 ഉള്ളൂ. അതുപോലെ പക്ക ക്വാളിറ്റി ഒരു സാധനം. പല വെറൈറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള കാറുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, $19. നല്ല ക്വാളിറ്റി കേട്ടോ. ഇതൊക്കെ എടുത്ത് താഴെ അടിച്ചാൽ പോലും പൊട്ടത്തില്ല. ഇതിന് $59. ഇത് എനിക്കൊന്ന് നമ്മൾ റിമോട്ടിൽ ഇപ്പോൾ ഉണ്ടല്ലോ, അടുത്ത് ജമ്പിക്ക് ചെയ്ത് ഓടിക്കുന്ന വണ്ടികൾ, ആ ടൈപ്പ് സാധനമാണെന്ന് തോന്നുന്നത്. ഇത് പിന്നെ അങ്ങനത്തെ ചെറിയ കാറുകളാട്ടോ. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ചെറിയ കളറിട്ടുണ്ട്, എന്നിട്ട് വീലൊക്കെ തിരിക്കാൻ പറ്റുന്ന അങ്ങനെ ചെറിയ ടൈപ്പിലുള്ള കാറുകളൊക്കെയാണ്. നോക്കി, നമ്മുടെ വിൻറ്റേജ് സ്റ്റൈൽ സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതും മാന്യമായ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. $5 വരെ കളിപ്പാട്ടങ്ങൾ, ചെറിയ കാറുകൾ $5 വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പാണ് കേട്ടോ. അതിന് തന്നെ നമുക്ക് നോക്കാം, കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണ്. ഇതൊക്കെ സൈക്കിൾ പിന്നെ നമ്മുടെ ഓടുമ്പോഴൊക്കെ നമ്മൾ ഇതൊരു PP ആണെന്ന് തോന്നുന്നു. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. എനിക്കിത് നമ്മുടെ ഇതേ വെക്കാനുള്ള ഹോൺ, പക്ഷേ നല്ല സൗണ്ടൊക്കെ ഉണ്ട് അതിന് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ സ്പെയറാണ്. പെഡല്, സീറ്റ്, അത്യാവശ്യം അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, പല കളറിൽ, പല ടൈപ്പിൽ, പല ടൈപ്പിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പല ടൈപ്പിലും പല സൈസിലും ഒക്കെയുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. കണ്ടില്ല, പല ടൈപ്പ്. സ്പൈഡർമാൻ്റെ കളർ വേണോ, സ്പൈഡർമാൻ്റെ കളറ്, അങ്ങനെ വെറൈറ്റി ടൈപ്പുള്ള കളറിലുള്ള ഐറ്റംസ് എല്ലാം കണ്ടില്ലേ. ഇതൊക്കെ വെറൈറ്റി ടൈപ്പ് കളറൊക്കെയാണ്. കുട്ടികൾക്കായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കിവിടെ സ്കേറ്റ് ഷൂ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് പിന്നെ വേറെ പമ്പ്, പിന്നെ ഇത് കണ്ടില്ല, നമ്മൾ ആങ്കർ, തുണിയൊക്കെ തൂക്കുന്ന ആങ്കർ, എനിക്കൊന്ന് 10-20 പീസുകളും ഉണ്ട്. $2. നല്ലൊരു ഓഫറാണ് ഇത് കേട്ടോ, നല്ല ഓഫറാണ്. ഇതിന് അത്യാവശ്യം ഇവിടെ എല്ലാം നമ്മൾ മേടിക്കുമ്പോൾ ഇച്ചിരി റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഐറ്റംസ്. അപ്പോൾ അതിന് ആ ഒരു റേറ്റിന് ഓഫറാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതും ഓർമ്മ കൊടുത്തു, എന്തായാലും ഓഫറാണ്. അതായത് ഇതുപോലെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന കസേരകളൊക്കെയാണ്. $70 അതിൻ്റെ റേറ്റൊക്കെ വരുന്നത്. ഇത് ടേബിളാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ആവശ്യമാകുമ്പോൾ ഇതെടുത്ത് നൂത്ത് വെക്കാം, അല്ലാത്തപ്പോൾ മടക്കി നമുക്ക് ഇതുപോലെ അടുക്കി വെക്കാം. കണ്ടോ, $39 അതിൻ്റെ ഒരു റേഞ്ച് ഒക്കെ വരുന്നത്. ഇത് പിന്നെ കുറച്ച് എന്താ പറയുക, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ ഏരിയയാണ്. പിന്നെ നമ്മൾ എവിടെ പോയാലും പിള്ളേർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാടി വീഴുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് അവരെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കയറിയേ പറ്റൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് 1-2 ബിസ്ക്കറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കുകയും ചെയ്യാം. നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാം, ഇവിടുത്തെ ഐറ്റംസ് ഏതൊക്കെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെയും അല്ലാത്ത നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് അങ്ങനത്തെ ഉള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒരു കളക്ഷനാണിത്. ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇത് ക്ലിപ്പാണ് കേട്ടോ. അത് വെറൈറ്റി ഷേപ്പ് മോഡൽസിലുള്ള ക്ലിപ്പൊക്കെയാണ്. ഇവിടെ ഒരു സൈഡിൽ നിന്ന് 2 എണ്ണം തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ഇനി ബില്ല് ചെയ്യുന്നതിന് മുന്നേ ആ ബാസ്ക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ നമ്മുടെ വൺ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് കണ്ട് ഇത്ര ഐറ്റംസ് ആക്കിയിട്ട് 2 പേർക്ക് 2 കാർ സീറ്റൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇത്രയും പർച്ചേസിംഗ് ഒക്കെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നടന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെയും കൊണ്ട് നമ്മൾ തിരിച്ച് പോവുക. അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു പർച്ചേസിംഗ് ആയിരുന്നു. 2 പേരും വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇത് നമ്മൾ മേടിച്ച കാർ സീറ്റാണ്.
അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തിരക്കായതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ബില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഇതെല്ലാം എടുത്ത് വെക്കുകയും പിടിക്കുകയൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് അവിടെ വീഡിയോ ഞാൻ എടുക്കാഞ്ഞത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.